ഫ്ലിപ്കാർട്ടിൽ മെയ് 9 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സാസാലേലെ ഓഫർ സെയിലിൽ നമ്മുടെ ഐഫോൺസിനൊക്കെ എന്തുമാത്രം ലാഭത്തിന് നമുക്ക് മേടിക്കാൻ സാധിക്കുക. ഓൾറെഡി അവർ ഐഫോൺസിൻ്റെ ഓഫർ പ്രൈസുകൾ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാവേ. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസിനും ടെക് അപ്ഡേറ്റ്സിനും ഗ്യാഡ്ജറ്റ്സ് അൺബോക്സിനും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന ഗ്യാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോർ ഉണ്ട് ഇൻസ്റ്റയിൽ, ദീപ് സ്റ്റോർ എന്ന് പറയും. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച് മേടിക്കാം. കൂടാതെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പുകളുണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ മൊബൈൽ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കുറേയധികം ബ്രാൻഡുകൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മറ്റുള്ള ബ്രാൻഡുകളൊക്കെ തന്നെ പലതും അങ്ങോട്ട് റിവീൽ ചെയ്തിട്ടില്ല ആ ഒരു ഓഫർ പ്രൈസുകൾ. എന്നാൽ ഐഫോണും മോട്ടോറോളയൊക്കെ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തവണ ഈ ഒരു വീഡിയോയിൽ ഐഫോണിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സോ ഐഫോണിലേക്ക് പോകുകയാണെങ്കിൽ ദ ബിഗ്ഗസ്റ്റ് റിവീൽ ഓഫ് ദ സീസൺ ഐഫോൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കൂടാതെ SBI കാർഡിന് ഓൾറെഡി ഇവരുടെ ആ ഒരു ഓഫറിൻ്റെ ഓവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് നമുക്കൊരു 10% ക്രെഡിറ്റ് കാർഡ് SBIയുടെ ഉണ്ടെങ്കിൽ കിട്ടുമെന്നുള്ളതാണ്. കൂടാതെ EMI ട്രാൻസാക്ഷന് പോലും നമുക്ക് എക്സ്ട്രാ 10% കിട്ടും. അതായത് EMI പോലും നമ്മുടെ ബാങ്കുകാർ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. അതാണ് അവർക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള കാര്യം. എന്തായാലും SBI മാത്രമല്ല, ഇതുപോലെ മറ്റുള്ള എല്ലാ ബാങ്കുകളും ഈ ഒരു 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് നമ്മുടെ ഓഫർ സമയങ്ങളിലൊക്കെ EMI ട്രാൻസാക്ഷനും കൊടുത്തു തുടങ്ങുന്നുണ്ട്. എന്നാൽ പണ്ടൊക്കെ ആക്ച്വലി ആ ഒരു പ്രീപെയ്ഡ് ഓർഡറിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഈസി ആക്കി തന്നു. എന്നാൽ ഇൻട്രസ്റ്റ് അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. 18% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. സോ അതിലവർ ഈ ഒരു 10% കുറച്ചാലും 20% എക്സ്ട്രാ ബെനിഫിറ്റ് അവർ അല്ലെങ്കിൽ പ്രോഫിറ്റ് അവർ എടുക്കും എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു EMI ഒക്കെ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നോ കോസ്റ്റ് EMIയിലേക്ക് പോകുക. അതാകുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ. എന്തായാലും ഇവിടെ നമ്മുടെ ഐഫോൺസിലേക്ക് വരുവാണെങ്കിൽ iPhone 70 71,900 നമുക്ക് ആ ഒരു ഓഫർ പ്രൈസിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഫ്രം 71,900 എന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫറാണ് ഈ ഒരു റേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും വില കുറയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും അങ്ങനെ കുറയുവാണെങ്കിൽ, അതായത് 71,900 നിന്നും പിന്നെ ഒരു എക്സ്ട്രാ 10% കുറയുവാണെങ്കിൽ നല്ലൊരു ഡീലായിരിക്കും. പക്ഷേ അങ്ങനെ ഒരിക്കലും കുറയാൻ ചാൻസ് ഇല്ല. ഇത് മിക്കവാറും 71,900 ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫർ തന്നെയായിരിക്കും ആ ഒരു റേറ്റ് കൊടുത്തിരിക്കുന്നത്. നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 82,900 ആണ്. iPhone 17 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു 17 സീരീസിൽ തന്നെ ഏറ്റവും വർത്ത് ബൈങ് ആയിട്ടുള്ളൊരു ഫോണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. സോ 82,900 നല്ലൊരു ഡീലാണ്. പ്രത്യേകിച്ച് 6.3 കുറച്ച് വലിയ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രോ സീരീസിൻ്റെ അതേപോലത്തെ ആ ഒരു ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 120 ഹെർട്സിൻ്റെ ആ ഒരു റിഫ്രഷ് റേറ്റൊക്കെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു 70ലും കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ iPhone 17 Pro നമുക്ക് 1,34,900 നോർമൽ റേറ്റ് എങ്കിൽ ഇപ്പോൾ 1,09,900 ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫർ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കിട്ടുമെന്നുള്ളതാണ്. ഞാനിത് മേടിക്കുന്നത് നമ്മുടെ ലുലു എന്നാണ്. അന്ന് അവിടെ 1,20,000 രൂപയ്ക്കായിരുന്നു ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, കാർഡ് ഓഫർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 1,09,900 എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു ഡീൽ തന്നെയാണ്. കൂടാതെ 17 Pro മാക്സിലേക്ക് വരുവാണെങ്കിൽ 1,24,900 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. 1,49,900 രൂപയാണ് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. പ്രോയും പ്രോ മാക്സും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാറ്ററി ഡിസ്പ്ലേയിലൊക്കെയാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. സോ നിങ്ങൾക്ക് ഒരു വലിയ ഫോൺ വേണ്ടാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രോയിലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസം എന്തായാലും നല്ല രീതിക്ക് തന്നെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് എനിക്ക് കിട്ടുന്നുണ്ട്. സോ അതുപോലെ എന്തായാലും നിങ്ങൾക്കും കിട്ടാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. കൂടാതെ iPhone 16ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 58,900 മേടിക്കാൻ സാധിക്കും. നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 69,900 ആണ്. എന്തായാലും നിങ്ങൾ ഈ iPhone 16 മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ബജറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 13,000 രൂപ കൂടി എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ iPhone 17 മേടിക്കാൻ സാധിക്കും. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പാണ്. കൂടാതെ ഡിസ്പ്ലേ വലുതാണ്, 120 ഹെർട്സ് ആണ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡീൽ നമ്മുടെ iPhone 17 ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ 13,000 രൂപ കൂടി കൊടുക്കാനുണ്ടെങ്കിൽ, ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ അത് കൊടുക്കാനില്ലെങ്കിൽ ഉറപ്പായിട്ടും iPhone 16ഉം 58,900 രൂപയ്ക്ക് നല്ലൊരു ഡീൽ തന്നെയാണ്. എന്തായാലും ഈ iPhone 16ൻ്റെയും iPhone 17ൻ്റെയും ഒരു ഡീറ്റെയിൽ കമ്പാരിസൺ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹമാണ്. ഉറപ്പായിട്ടും വീഡിയോ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. കൂടാതെ iPhone 15 51,900 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കും. 59,900 ആണ് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആപ്പിളിൻ്റെ പ്രൈസിങ് അത് ഭയങ്കര സംഭവമാണ്. അതായത് നമ്മളൊരു 50,000 രൂപ ബജറ്റ് ഇട്ടൊരു ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ നോക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് നോക്കി വരുമ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ട് മുകളിലുള്ള മോഡൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള
വേരിയൻറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, എന്നാൽ കുറച്ച് പൈസ കൂടെ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ 50 എന്നുള്ളത് ഒരു 10 രൂപ കൂടി കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു 5 രൂപ കൂടി കൂട്ടിയിട്ട് ആ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പോകും. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കി വരുമ്പോഴത്തേക്ക് അടുത്ത മോഡൽ അല്ലെങ്കിൽ അടുത്ത വേരിയൻറ്റിലേക്ക് പോകാനുള്ളൊരു നമ്മുടെ മൈൻഡിനെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പരിപാടി ആക്ച്വലി ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റുകളുടെ പ്രൈസിങ്ങിൽ ഉണ്ട്. സോ അതിൽ ആ ഒരു ലൂപ്പിൽ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ പണിയാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോൾ 50,000 ബജറ്റിലാണെങ്കിൽ ഓക്കെ എനിക്കിത് മതി, iPhone 15 മതി എന്നുള്ള രീതിക്ക് ഐഫോൺ അങ്ങോട്ട് എടുക്കുക. എന്നാൽ സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും എന്താ പറയുക ഡിഫറൻസ് നല്ല രീതിക്ക് ഉണ്ട്. ഇപ്പോൾ 15 ഒരു ചിപ്സെറ്റ് ആണെങ്കിൽ 16 വരുമ്പോഴത്തേക്ക് മറ്റൊരു ചിപ്സെറ്റ് ആണ്, 17 വരുമ്പോഴത്തേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും പെർഫോമൻസിന്റെ കാര്യത്തിലും എല്ലാ രീതിയിലും നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും, നമ്മൾ പൈസ എക്സ്ട്രാ മുടക്കിയാൽ പോലും. ഇനി നമ്മുടെ iPhone 17e വരണമെങ്കിൽ നമുക്ക് 60,900 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും A19 ചിപ്പ് സെറ്റ് വെച്ചിട്ട് എന്താ പറയുക ഒരു 60,000 രൂപയ്ക്കുള്ളിലുള്ളൊരു പ്രോഡക്റ്റ് നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും iPhone 17eയും നല്ലൊരു എന്താ പറയുക ഡീല് തന്നെയാണ്. കൂടാതെ iPhone 16 പ്ലസിലേക്ക് വരണമെങ്കിൽ നമുക്ക് 73,900 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു പ്ലസ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ 16 വരെ ഉണ്ടായിരുന്നുള്ളൂ, 17 വന്നപ്പോഴത്തേക്ക് അതില്ല. ഇനി 18 മിക്കവാറും അത് കാണാൻ ചാൻസ് ഒന്നുമില്ല കേട്ടോ. കൂടാതെ iPhone എയറിലേക്ക് വരണമെങ്കിൽ 1,01,900 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് 95,900 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. എയർ എന്തായാലും പേഴ്സണലി ഞാൻ ഉപയോഗിച്ച് നോക്കിയെടുത്തോളാം, അതായത് ഈ മോളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ജസ്റ്റ് നോക്കുന്നതാണ്, എനിക്ക് അങ്ങോട്ടൊരു നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും ചില ആൾക്കാർക്ക് ആക്ച്വലി ഇത് ഇഷ്ടമാണ്, കാരണം കുറച്ച് സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഡിസൈനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതും iPhone എയർ അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ iPhone 16e വരണമെങ്കിൽ 59,900 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 55,900 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും കേട്ടോ. എന്തായാലും ഇതിനകത്ത് നമുക്ക് ഏറ്റവും വർത്ത് ബൈങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് iPhone 17 എന്ന് പറഞ്ഞാൽ വേറെ ഒരു സംശയമില്ല. 6.3 ഇഞ്ച് 120 ഹെർട്സിന്റെ OLED ഡിസ്പ്ലേ ആണ്. അതായത് നമ്മുടെ പ്രോ സീരീസും 17 പ്രോയിൽ എന്താണോ ആ സെയിം സാധനം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ 17ഉം ഈ ഒരു 17 പ്രോയും വെച്ച് ജസ്റ്റ് ഡിസ്പ്ലേ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു ലാഗ് ഫീലിംഗ് നമ്മുടെ 17 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ആക്ച്വലി ഈ ഒരു പെർഫോമൻസിൻ്റെ ആ ഒരു പ്രോസസ്സറിൻ്റെ ആ ഒരു പെർഫോമൻസിലാണ് ഇരിക്കുന്നത്, അല്ലാണ്ട് ഒരിക്കലും ആ ഒരു ഡിഫറൻസിലല്ല കേട്ടോ. അതായത് ഡിസ്പ്ലേയുടെ ഡിഫറൻസ് ഇല്ല, എന്താണോ 17 അത് അതേപോലെ തന്നെയാണ് നമ്മുടെ 17 പ്രോയിലും കാണാൻ സാധിക്കുക. സോ നിങ്ങൾക്കിപ്പോൾ ക്യാമറയ്ക്ക് കുറച്ച് ടെലി ലെൻസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ നോർമലി നമ്മൾ 17 പ്രോ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ടെലി ലെൻസിൻ്റെ ഒക്കെ കാര്യത്തിലാണ് എടുക്കുന്നത്. എന്നാൽ അതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 17ഉം നല്ലൊരു ഡീല് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആ ഒരു ഐഫോൺസിൻ്റെ സാസാലയിലെ ഓഫർ സെയിലിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സെയിൽ ലൈവ് ആയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് എന്തായാലും നമ്മുടെ മറ്റുള്ള ബ്രാൻഡുകളെല്ലാം വെച്ചിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു വീഡിയോ ആണ്. സോ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.